ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ ഗോസ്റ്റ് ഹൗസിലോട്ടാണ്. അന്നേരം അവിടുത്തെ കുറച്ച് ഹിസ്റ്ററികൾ ഇപ്പോഴേ ഞാൻ പറയുന്നതായിരിക്കും. അവിടെ പണ്ട് കുറച്ച് പേരൊക്കെ മരിച്ചതായിട്ടും ഒരു സ്ത്രീ അവിടെ തൂങ്ങിച്ചത്തതായിട്ടും ഒക്കെ പറയുന്നുണ്ട്. അവിടെ അതിൻ്റെ കർട്ടൻ കിടക്കുന്നെന്നും അവിടുത്തെ ഈ അസ്ഥിയൂടം ആടെയോ കിട്ടിയിട്ടുണ്ടെന്നും ട്യൂഷൻ പിള്ളേർക്ക് കുറേ അവർ എല്ലാവരും പേടിച്ചിട്ടുണ്ടെന്നും അവിടെ ഇച്ചിരി നിഗൂഢമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. നീ വല്ലതും കണ്ടിട്ടുണ്ടോ അവിടെ? ഞാൻ ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന സമയത്ത് അവിടെ ഒരു രൂപം പോലെ കണ്ടു. അന്നേരം ഈ ക്യാമറമാൻ ഈ വീട്ടിൽ പോയായിരുന്നു. അന്നേരം ആ സമയത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ വരുന്ന സമയത്ത് ഒരു വെളുത്തൊരു രൂപം പോലെ ഞങ്ങൾ കണ്ടു. ഞാൻ വേറൊരു സ്ഥലത്തോട്ട് ഓടുന്നു, അവൻ വേറൊരു സ്ഥലത്തോട്ട് ഓടുന്നു. അങ്ങനെ മൊത്തത്തിൽ ഓടും. കുറച്ച് കഴിഞ്ഞ് അത് മാഞ്ഞു പോയി. പിന്നെ ഞങ്ങൾ കുറേ നാൾക്ക് ശേഷം അവിടെ ചെന്ന് നോക്കിയപ്പം ഒന്നും കാണാനില്ലായിരുന്നു. പിന്നെ ഈ ഇടയ്ക്ക് ആരാണ്ട് പിന്നെയും കണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ അങ്ങോട്ട് പോകാൻ ഉള്ള ആശയം നമ്മുടെ തലയിലോട്ട് ഉദിച്ചത്. എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഹലോ ഗൈസ്, നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അക്ഷോവും അപ്പിന്നാണ്ട് പോകുന്നുണ്ട്. നമ്മൾ ആ കോൺക്രീറ്റ് റോഡിലൊക്കെ വന്നുകൊണ്ട് അവിടെയാണ് ഗൈസ് പ്രേത വീട്. ഇനിയും വലിയൊരു സ്ഥലം നമ്മുടെ സൈക്കിളും കൊണ്ട് ഇറങ്ങണം. ഭയങ്കര പാടാണ്. ആദ്യം ഞാൻ ഇറങ്ങും, അക്ഷോഭ് പിടിക്കും. അപ്പം എന്നാൽ ഞാൻ ആദ്യം ഇറങ്ങട്ടെ. ഞാനിപ്പം ഫോൺ അക്ഷോഭിൻ്റെ കയ്യിലോട്ട് കൊടുക്കുവാണ്. ഞാൻ ഇറങ്ങുവാണ്. ഞാനിനി ഇവൻ്റെ കയ്യിലോട്ടായിരിക്കും ഫോൺ കൊടുക്കുന്നത്. അങ്ങനെ മാറിയാണ് എടുക്കുന്നത്. ഇനി അക്ഷോഭ് ഇറങ്ങുകയാണ്. എൻ്റെ പേരങ്ങ് വിളിച്ചാൽ അക്ഷോഭെല്ലാം തല്ലി പൊട്ടിച്ചിറങ്ങി. ഇനി ആ ബാബി ഇറങ്ങുവാണ്. ഇറങ്ങടാ. ഇനി ഞങ്ങൾ ആ പ്രേത വീട്ടിലോട്ട് പോവാണ്. വണ്ടിയൊക്കെ എടുത്തു. ഞാനും അക്ഷോഭ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നുണ്ട്. അതാണ് പ്രേത വീട്. ഇതൊന്നും പറയാൻ പറ്റില്ല. അംഗൻവാടി പഠിച്ചപ്പോഴൊക്കെ ഇവിടെ താമസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അവർ തൂങ്ങിയൊക്കെ മരിച്ചത്. അവരാണ് തൂങ്ങി മരിച്ചത്. ഉണ്ട് ഇവിടെ ഒരു കുളം ഉണ്ടായിരുന്നു ഗൈസ് നേരത്തെ. കണ്ടോ ഇതൊരു കുളമായിരുന്നു ഇവിടെ. അതാണ്ട് ഗൈസ് ആ ഭാഗത്തൊക്കെ വെള്ളം ഒഴുകാറുണ്ട് കേട്ടോ. ഈ കുളത്തിൻ്റെ ആണെന്ന് അറിയത്തില്ല. ഈ മഴ സമയത്ത് വെള്ളം ഒഴുകാറുണ്ട്. അതുകൊണ്ട് ആ സ്ഥലത്തൊക്കെ നമ്മൾ ചെവി വെച്ച് നോക്കുമ്പോൾ വെള്ളം ഒഴുകുന്ന സ്ഥലം കാണാം, ശബ്ദം കേൾക്കാം. നമ്മൾ പ്രേത വീട്ടിലോട്ട് കയറുവാണ്. കൊച്ചുരുപ്പ് കയ്യിൽ എന്തോ പിടിച്ചുകൊണ്ട് വരും. നമുക്കതൊന്ന് ആദ്യം നോക്കാം. എന്തുവാണെന്നൊന്നും അറിയത്തില്ല. അവൻ കണ്ണി കാണുന്നതെല്ലാം പിടിച്ചുകൊണ്ട് വരും. വാട്ടർ കണ്ണാണെന്ന് തോന്നുന്നു ഗൈസ് എല്ലാം പോയ വാട്ടർ കണ്ണാ കേട്ടോ. ഒന്നും ഇല്ല ഇതിൽ. ചിലന്തി ഇരിപ്പുണ്ട് കേട്ടോ. ഒരു ചിലന്തി ഇതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു ചിലന്തി ഇതിൻ്റെ അകത്തിരിപ്പുണ്ട്. വേറെ ഒന്നും ഇതിനകത്തിരിക്കട്ടെ. അപ്പം നമ്മൾ പിന്നെ അങ്ങോട്ട് പോവാം. ഇനി നമ്മൾ വീട്ടിലോട്ട് പോവാണ്. പ്രേതം വരുമോ ചേന വരുമോ എന്നാ വരുമോ നമുക്ക് കണ്ടു തന്നെ അറിയാം. അല്ല, പട്ടിക പാമ്പോ കാണാതിരുന്ന നമ്മുടെ പോയി. ഞാനും അക്ഷവും കൂടെ പോവാണ്. കഴിഞ്ഞ ഗൈസ്, ഇതാണ് അവർ തൂങ്ങിച്ചത്ത കർട്ടൻ. കണ്ടോ, അവർ തൂങ്ങിച്ചത്ത കർട്ടനാണിത് എന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് അറിയത്തില്ല. ഇതാണ് തൂങ്ങിച്ചത്ത കർട്ടൻ എന്നാണ് പറയുന്നത്. ഞങ്ങൾ കയറുവാണ് ഇതിൻ്റെ അകത്തോട്ട്. കണ്ട് ഗൈസ്, മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് കൊടുക്കും. അതുകൊണ്ട് ഇതുപോലത്തെ ഒരു സ്ഥലത്താണ് തൂങ്ങിച്ചത്ത. ഇത് മൊത്തം മണ്ണും കൊണ്ടുണ്ടാക്കിയതാ. കണ്ട് ഗൈസ്, വയറിംഗ് ഒക്കെ കണ്ടോ ഗൈസ്. ഇതാണ് ഇവിടുത്തെ അടുക്കള. ഇതാണ്ട് ഗൈസ്, ഇവിടാണ് അടുക്കള. ഇവിടെ വേറൊരു റൂമാണ്, ബെഡ്റൂമാണെന്ന് തോന്നുന്നു. ഷെൽഫൊക്കെ ഉണ്ട്. ഇതാണ്ട് ഗൈസ്, ഷെൽഫ്, സ്വിച്ച് ബോർഡ്. ഇവിടെ അവരുടെ ഇവിടെ ആയിരുന്നെന്ന് തോന്നുന്നു. എന്തേലും ഒന്നും അറിയത്തില്ല. ഇവിടെ ആണെന്ന് തോന്നുന്നു. അവരുടെ വേറെ ബെഡ്റൂമാണെന്ന് തോന്നുന്നു. ഇതാണ്ട് ഗൈസ്, ഇവിടാണ് ടോയ്ലറ്റ് ഒക്കെ വരുന്നത്.
നമുക്കിവിടെ സ്വിച്ച് ബോർഡൊക്കെ ഉണ്ടോ കൈസ് മൊത്തം പോയി. ആണ്ട് കൈസ് ഇതിൻ്റെ അകത്ത് കിളിച്ചു വരെ വന്നു. മൊത്തം കാടാണ്. ആണ്ട് കൈസ് ഫ്രൂട്ട് സലാഡിൻ്റെ ഒക്കെ കിടക്കുന്നു. കൈസ് നമ്മളിനി വീടിന് ചുറ്റുമുള്ള സ്ഥലം കാണിക്കുവാണ്. ഇറങ്ങാം. നീ പൊട്ടിച്ചു വെച്ചാലടാ ചെറിയ കൈസ്. ഇതാണൊരു വീട്, പൊട്ടിപ്പൊളിഞ്ഞ വീട്. ഇവിടെ ആൽബിന എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൈസ് ഇതൊരു വീടാണ്. കോലം കണ്ടോ? അതുകൊണ്ട് അഭിനന്ദൻ എഴുതി വെക്കുന്നു. അതുകൊണ്ട് കൈസ് അതുകൊണ്ട് ആ ഭാഗത്തായിരുന്നു അവരുടെ കിണർ. കണ്ടോ ഉണ്ടോ കൈസ്? അതിൻ്റെ പുറകു ഭാഗമാണിത്. നമുക്കിനി നമ്മുടെ കിണറൊക്കെ അടിച്ച് മൂടിയിരിക്കുന്നു. അതുകൊണ്ട് കൈസ് ഒരു മലയണ്ണാനെ കണ്ടോ? ഉണ്ടോ കൈസ് മലയണ്ണാൻ? അതുകൊണ്ട് കൈസ് അവിടെയാണ് കിണർ. ഞാൻ തൽക്കാലത്തേക്ക് കിണറൊക്കെ ഒന്ന് കാണിക്കാം. ഇവിടെ പാമ്പും പടലും ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് കൈസ് ഇവിടെ ആയിരുന്നു കിണർ, അതെല്ലാം മൂടി കുടിച്ചുകൊണ്ട്. അതാണ് ആ ട്യൂഷൻ സെൻറ്റർ. ഞാനും അക്ഷോബൊക്കെ പഠിക്കുന്ന ട്യൂഷൻ സെൻ്ററാണത്. അക്ഷോബ് ഇപ്പം മാറി, ഞാൻ പഠിച്ചത്. ഉണ്ടോ? ഉണ്ട് കൈസ് ഇവിടെ മലയണ്ണാണ് ഇവിടെ മൊത്തം. ഉണ്ടോ കൈസ്? ഇതൊക്കെയാണ് സ്ഥലം. ഉണ്ടോ പേര് നിൽക്കുന്നുണ്ടോ? പേര് അവരെ അടക്കിയ സ്ഥലമാണിത്. അവരെ അടക്കിയ സ്ഥലമാണ്. അതാ ഇങ്ങനെ മണ്ണ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു വാഴ ഉണ്ടായിരുന്നു, അത് പോയി. തെങ്ങൊക്കെ ഒടിഞ്ഞു. കണ്ടോ കൈസ്? ഒരു തെങ്ങ് കണ്ടോ? അതൊക്കെ ഇടി വെട്ടിപ്പോവാ. കണ്ടോ കൈസ്? ഇവിടാണ് അവരെ കുഴിച്ചു മൂടിയത്. നമുക്കൊന്ന് കയറി നിന്നാലോടാ. നമുക്ക് എന്തായാലും സംഭവിക്കും. അതുകൊണ്ട് ഞാൻ കയറിയിട്ടുണ്ട്. രാത്രി എന്തേലും വന്ന് പിടിക്കുമോ? അതാണ്ട് കൈസ് ഒരു പൈപ്പ് കിടപ്പുണ്ട് അവിടെ, പോയി നോക്കടാ. അതെന്തോ അത് ഞാൻ നോക്കാം ഗൈസ്. ഇത് കണക്ട് ചെയ്തേക്കുന്ന പൈപ്പാ. ആണോ? ഇത് കണക്ട് ചെയ്തേക്കും. ഇതൊരു മണ്ണിന്റെ അടിയിൽ കൂടെ പോയേക്കും. അതാണ്ട് കൈസ് ഇവിടെ ആയിരുന്നു അവരുടെ മോട്ടറൊക്കെ ഇരുന്നത്, അതിൻ്റെ പൈപ്പാണിത്. നമുക്കിനി ഫ്രണ്ട് വശം നോക്കാം. അതാണ്ട് കൈസ് അവരുടെ ചെരുപ്പ് കണ്ടോ? അവരുടെ ചെരുപ്പാണിത്. പണ്ടൊക്കെ അവർ യൂസ് ചെയ്ത ചെരുപ്പാണിത്. ഇപ്പം ഇവിടെ ആൾ താമസമൊന്നും ഇല്ലാത്ത പ്രേതബാധയുള്ള ഏരിയ. ഇവിടെ ഒന്നും ആരും വരുന്നത്. ഇതാണ്ട് കൈസ് പണി തീരാത്ത വീട് കണ്ടോ? ഇവിടെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഞാൻ പണ്ട് ഈ വീടിന്റെ മണ്ടയ്ക്ക് പണി തീരുമ്പോ പണി തീരാതെ കയറിയപ്പോഴത്തേക്ക് ഇതിന്റെ അന്ന് ഇവിടൊക്കെ പൊട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഒരു രൂപം നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കൈസ്. ആ വീടിന്റെ മണ്ടയ്ക്ക് ഞാൻ കയറിയപ്പം. അതുകൊണ്ട് കൈസ് ഇതാണ് ആ വീടിന്റെ ഫ്രണ്ട് കേട്ടോ. ഉണ്ടോ കൈസ്? ഇതാണ് അവരുടെ വീടൊക്കെ മൊത്തം പൊട്ടി പൊളിഞ്ഞു പോയി കൈസ്. അതുകൊണ്ട് കൈസ് പിന്നെ അബി എന്താ മറ്റേ ചോരച്ചെടി പിടിച്ചോണ്ട് നടക്കുന്നു. നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ഇവിടെ ആയിരുന്നു കുളം, ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് ആ സ്ഥലത്താണ് എൻ്റെ അപ്പൂപ്പൻ്റെ അനിയനെ അടക്കിയ സ്ഥലമാണ് അവിടെ. ഈ ഭാഗത്താണ് എൻ്റെ അപ്പൂപ്പൻ്റെ, ഈ വീടിരിക്കുന്നതിൻ്റെ താഴെയാണ് എൻ്റെ അപ്പൂപ്പൻ്റെ അച്ഛനെ അടക്കിയത്. അമ്മ ഇവിടെയാണോ അടക്കിയത്? എൻ്റെ അപ്പൂപ്പൻ്റെ അമ്മ ഇവിടെയാണ് അടക്കിയത് എന്നാണ് എൻ്റെ ബലമായ സംശയം. എടാ നീ ഒന്നും ഇല്ലല്ലോ. അങ്ങനെ എൻ്റെ വല്യമ്മ പറഞ്ഞു കൊടുത്തു. നമുക്കിനി വീട്ടിലോട്ട് പോവാം. അവത്തേലങ്ങ് പിടിക്കല്ലോ കേട്ടോ. ഇനി വണ്ടി തിരിച്ച് അവിടോട്ട് കയറണം. ആദ്യം ഞാൻ കയറാം. ഷോപ്പ് പിടി ഞാൻ കയറിയിട്ട് ഇതിൻ്റെ വണ്ടി അവിടെ നിർത്താൻ ഗൈസ്. ഞാനിപ്പം വണ്ടി തിരിക്കുകയാണ്. ഞാൻ തിരിച്ചെടുക്കട്ടെ. അന്നേരം ഇനി അബിയായിരിക്കും. നമ്മുടെ അബിയാണ് ഇത് ഇതാ പോകുന്നത്. ഞാൻ അബി കയറ്റുന്നത് ഗൈസ്. ഞാൻ കയറാൻ പോവാണ്. അവൻ അങ്ങനെ കയറിയിരിക്കുന്നു ഗൈസ്. അക്ഷോഭ് കയറും. വീഡിയോ എന്തോ ഒന്നും അറിയത്തില്ല, നമുക്ക് കാത്തിരുന്ന് കാണാം. കുരുപ്പിനും കയറാം. കുരുപ്പ് കൊണ്ട് പുറകെ നിൽപ്പുണ്ട്.
ഇനി അക്ഷോഭ് കയറുവാണ്. അക്ഷോഭിൻ്റെ പടലൊക്കെ ഒരഞ്ഞ് പറഞ്ഞു പോയിരിക്കുന്നു ഗൈസ്. ഇനി നമ്മുടെ കുരിപ്പ് കയറുവാണ്. വാബി കുരിപ്പ് ചവിട്ടിക്കൊണ്ട് വരുന്നു. ആ ഉണ്ട്. റബ്ബറെ പോയി ഇടിച്ച് ഗൈസ്. കുരിപ്പ് പിന്നെയും കയറുന്നു. കുരിപ്പിന് ചവിട്ടാൻ വയ്യ, അതുകൊണ്ട് തള്ളിയാണ് വരുന്നത്. ഞാനും കൂടെ പോയി സഹായിക്കുക. ബാ. ഓ കുരിപ്പ് സൈക്കിൾ മതി സൈക്കിൾ എടുത്തേ മതി. ഇവിടെ സൈക്കിൾ വെക്ക്. കുരിപ്പിൻ്റെ സൈക്കിൾ ഞാൻ താണ്ട് എടുത്ത് ഗൈസ്. കുരിപ്പ് ഫ്രീ ആയിട്ട് ഇപ്പോൾ പോകുന്നു. കുരിപ്പിൻ്റെ സൈക്കിൾ ഞാനെടുത്ത് മണ്ണി വെച്ചു. പോത്തില്ലല്ലേ പോകുന്നു. കുരിപ്പിൻ്റെ സൈക്കിൾ പോയി ഗൈസ്. നമുക്കിനി ആ സ്ഥലത്തോട്ട്, നമ്മൾ വീഡിയോ എടുത്ത സ്ഥലത്തോട്ട് നമുക്കിനിയും പോവാം. അതുവരെ അവിടെ ചെന്നിട്ട് ബാക്കി വീഡിയോ എടുക്കുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അതുകൊണ്ട് ഞങ്ങളങ്ങനെ എത്താറായി ഗൈസ്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടാണ്. നമുക്കിനി അടുത്ത് വിത്ത് നമുക്കൊരു കുളം കാണാൻ പോകുന്നതില്ല. അതുകൊണ്ട് ഗൈസ് കുരിപ്പ് പോകുന്നു. കുറേ അക്ഷോഭവും ഉണ്ട്. അങ്ങനെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയറിങ് ചെയ്യുക, ബെല്ലടിക്കാൻ മറക്കരുതേ. അക്ഷോഭിനോടൊപ്പം ക്യാമറാമാൻ അഭിമന്യു സൈനിങ് ഓഫ്.